نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ സുമറിലെ 44-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. ഖുൽ നബിയെ പറയുക, ലില്ലാഹി ഷഫാഅത്തു ജമീഅ, മുഴുവൻ ഷഫാഅത്തിൻ്റെയും അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം അവന് മാത്രമാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കാണ് പരലോകത്തെ ഷഫാഅത്ത് പ്രയോജനപ്പെടുക എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ എത്രണ്ണം പറഞ്ഞു? ഒന്നെന്തായിരുന്നു? ഒന്ന് ഇഖ്ലാസ്, 2 തൗഹീദ്. മൂന്നാമത്തത് എഴുതിക്കോളൂ. മൂന്നാമത്തത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇമാം മുസ്ലിമിൻ്റെ 489 നമ്പർ ഹദീസാണ് പറയുന്നത്. 489 നമ്പർ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ. ഈ ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും നബിക്ക് ഖിദ്മത്ത് ചെയ്ത്, നബിക്ക് ഒത്താശ ചെയ്ത്, നബിയെ സഹായിച്ച് നബിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു സഹാബിയാണ്. ഇത് പേര് റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി. റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി. റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി എന്നാണ് സഹാബിന്റെ പേര്. നബിന്റെ കൂടെ എപ്പോഴും നബിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തും, നബിയുടെ കൂടെ യാത്ര ചെയ്തും, നബിക്ക് ഉളൂവ് ചെയ്യാൻ ആവശ്യമായ വെള്ളം എടുത്തു കൊടുത്തൊക്കെ നബിൻ്റെ കൂടെ എപ്പോഴും അദ്ദേഹം ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉളൂ എടുക്കാനും മറ്റൊക്കെ ആവശ്യമുള്ള വെള്ളം നബിക്ക് എടുത്തു കൊടുക്കുകയായിരുന്നു ഈ സഹാബി. നബിക്ക് വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നീ ചോദിക്കുന്നു പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞു. അപ്പം ഈ റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി എപ്പോഴും നബിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു, നബിയെ സ്നേഹിച്ച് നബിൻ്റെ കൂടെ എപ്പോഴും നബിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സഹാബിയാണ്. ഒരു ദിവസം നബിക്ക് ഉദു ഉണ്ടാക്കാൻ, സാധാരണ പോലെ തന്നെ ഉദു ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു കൊടുത്ത് നബിയെ സഹായിച്ചപ്പോൾ നബി പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് അത് നീ ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് ദുനിയാവിലൊന്നും ആവശ്യമില്ല, നിങ്ങളെ കൂടെ നാളെ സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകണം. മുറാഫഖത്ത് പറഞ്ഞാൽ കൂട്ടുകെട്ട്, ചങ്ങാത്തം, അതൊക്കെയാണ് മുറാഫഖത്ത്. അപ്പോൾ മുറാഫഖത്തൊക്കെ ഫിൽ ജന്ന, അതാണ് എനിക്ക് വേണ്ടത്. ദുനിയാവിൻ്റെ ഒരു കാര്യം വിശ്വാസമാർക്ക് എന്താ വേണ്ടി ഞാൻ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നബിയെ താങ്കളോട് അതാണ് ചോദിക്കുന്നത്, സ്വർഗത്തിൽ താങ്കളെ കൂടെ എനിക്കുണ്ടാകണം, അതാണ് വേണ്ടത്. അപ്പോൾ അത് ശരിക്കൊരു ഷഫാഅത്താണ് ആ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് പറയല്ലോ, ശരിക്കതാണ് ആ ചോദ്യം. അപ്പോൾ കുൽത്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ നബി ചോദിച്ചു, ഖാല ഔ ഗൈറ ദാലിക, അതല്ലാത്ത വേറെന്തെങ്കിലും സ്വർഗത്തിലെ കൂടെ എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചു. കുൽത്തു ഹുവ ദാക, അതെന്നെ മതി, എനിക്ക് വേറൊന്നും വേണ്ട, വേറൊന്നും ആവശ്യമില്ല, അത് മാത്രം മതി എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. ഫഅഇന്നി, അപ്പോൾ അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം. എന്താ ചോദിച്ചത്? എന്താണ്? സ്വർഗം. അപ്പം അതിന് നീ എന്നെ സഹായിക്കണം. എന്താണ് സഹായിക്കേണ്ടത്? അലാ നഫ്സിക, നിനക്ക് വേണ്ടി തന്നെ നീ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം.
സഹായിക്കാന്നാൽ നബിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സഹായം അല്ല പറഞ്ഞത്. ഈ കാര്യത്തിൽ, അതായത് ചോദിച്ച ചോദ്യം എന്താണ്? സ്വർഗത്തിലെ മുറാഫഖത്താണ് ചോദ്യം. അപ്പൊ അത് ലഭിക്കണമെങ്കിൽ നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. ആ സഹായം നീ നിനക്ക് തന്നെ ചെയ്തുകൊണ്ടാണ്. എന്താണത്? അല കസറത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അതാണ്. അപ്പൊ ആ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത് പണ്ഡിതന്മാര് പരലോകത്ത് നമുക്ക് ശുപാർശ ഷഫായത്ത് കിട്ടാൻ ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ്. ഒന്ന് ഇഖ്ലാസ് ആണ് പറഞ്ഞത്, രണ്ടാമത്തെ തൗഹീദാണ് പറഞ്ഞത്, മൂന്നാമത്തത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പൊ ഈ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടുകയും പരലോകത്ത് ശുപാർശ കിട്ടുകയും ആ ശുപാർശയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി അടുത്തത്, നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലൽ. ശഫാഅത്ത് പരലോകത്ത് കിട്ടാനുള്ള നാലാമത്തെ കാര്യം സ്വലാത്ത് ചൊല്ലൽ. നമ്മളിത് പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വന്തം കർമ്മങ്ങൾക്കപ്പുറം നമുക്ക് ചില കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് പരലോകത്ത് വരേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? ഈ പറഞ്ഞ ശുപാർശകളൊക്കെ, ഷഫായത്തുകളൊക്കെ. അപ്പൊ അത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിൽപ്പെട്ട അടുത്ത കാര്യമാണ് സ്വലാത്ത്, നാലാമത്തെ കാര്യം. അപ്പോൾ ഈ സ്വലാത്തിന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും രണ്ട് അവസ്ഥകൾ സ്വലാത്തിന്റെ കാര്യത്തിൽ കാണാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് സ്വലാത്തേ ഇല്ല. അവരെ പറ്റി റസൂലുള്ള നമസ്കാരം, നോമ്പ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വലാത്ത് വല്ലാതെ ചൊല്ലൂല. അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ പിശുക്കന്മാരാണെന്ന് പറഞ്ഞത്. അപ്പം ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. അപ്പൊ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നാളെ പരലോകത്ത് നമുക്ക് ഷഫാഅത്ത് ലഭിക്കുമെന്നതാണ്. അപ്പൊ ഈ രണ്ടവസ്ഥയിൽ, ഒന്ന് തീരെ സ്വലാത്ത് ചെല്ലാത്ത ആൾക്കാർ, രണ്ടാമത്തെ ഒന്ന് എന്താന്ന് വെച്ചാൽ സ്വലാത്ത് പുതിയതായി പല സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത സ്വലാത്ത് പഠിപ്പിക്കാത്ത രൂപത്തിൽ ചെല്ലുക, അത് കച്ചവടാക്കുക, ബിസിനസ് ആക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരലോകത്തെ ഷഫാഅത്ത് കിട്ടുക എന്ന് മാത്രമല്ല, ആ ഷഫാഅത്ത് തടയപ്പെടാനും സുഹ്കൻ എന്ന് നബി പരലോകത്ത് വെച്ച് ദൂരെ പോയി എന്ന് ആട്ടി വിടാനും കാരണമായി തീരുന്നതാണ്. ഇന്നിപ്പം താജ് സ്വലാത്ത്, നൂരിയ സ്വലാത്ത്, ആരിയ സ്വലാത്ത്, അങ്ങനെ ഒരുപാട് സ്വലാത്തുകളെ പേരിൽ പലതും നമ്മുടെ നാട്ടില് പ്രചാരം നേടിയിട്ടുണ്ട്. സ്വലാത്ത് സദസ്സുകള്, സ്വലാത്ത് ഹൽക്കകള്, അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് ഇതെല്ലാം ബിസിനസ്സാക്കിയപ്പം ആ കൂട്ടത്തിൽ ബിസിനസ്സാക്കിയതാണ്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ കൽപ്പന ഉണ്ട്, സത്യവിശ്വാസികളായ ആളുകളോട് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അവിടെ നബിയും നബിയുടെ മേൽ അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നല്ല അർത്ഥം. പിന്നെന്താണ് അവിടെ അർത്ഥം? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ നൽകിയിരിക്കുന്നു എന്നാണ്. അല്ലാതെ അള്ളാഹ് നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയെന്നല്ല. ഇന്നല്ലാഹു വ മലായികത്തുഹു, മലക്കുകൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. അതുകൊണ്ട് ഈമാനുള്ളവരെ,
സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം. അപ്പൊ സഹാബിയുടെ ഈ ആയത്തിറങ്ങിയവർ ചോദിച്ചു, സലാം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്രാഹിമി സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. അവിടെ ചില ആൾക്കാർ സയ്യിദിനെ കൂട്ടലുണ്ട്. നബി സയ്യിദിനെ തർക്കമൊന്നുമില്ല. പക്ഷേ ബുഹാരിന്റെ മുസ്ലിമിന്റെ ഹദീസുകളിൽ എവിടെയും എന്തില്ല, ഹദീസുകളിൽ എവിടെയും സയ്യിദ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നബി സയ്യിദ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ സ്വലാത്തിൽ എന്തില്ല, സയ്യിദ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സയ്യിദ് കൂട്ടാത്തത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ ഫിൽ ആലമീൻ അയ്യട്ട, ഫിൽ ആലമീൻ അയ്യ ഇന്നക ഹമീദുൻ മജീദ്. ഇതാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലഫ്ളുകൾ. അത് നമുക്ക് ചുരുക്കിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് ചെല്ലാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതൊക്കെ നമുക്ക് ചുരുക്കിയിട്ട് ചെല്ലാം. പക്ഷെ അതിന്റെ പൂർണ്ണമായ രൂപം എന്താണ്, ഈ പറഞ്ഞ ഇബ്രാഹിമി സ്വലാത്ത്, നമ്മൾ തഹിയ്യാത്തിൽ ചെല്ലുന്ന സ്വലാത്താണ് അതിന്റെ പൂർണ്ണമായ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കാണാം. അതുപോലെ തന്നെ എത്ര നിങ്ങൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇന്ന ലില്ലാഹി മലായിക സയ്യാഹുന ഫിൽ അർദ്, ഭൂമിയിൽ പ്രത്യേകം മലക്കുകൾ തന്നെയുണ്ട്. ആ മലക്കുകൾ നിങ്ങൾ എനിക്ക് ചൊല്ലുന്ന സ്വലാത്ത് സലാമും എനിക്കവർ എത്തിച്ചു തരും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. എപ്പൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ ആ സന്ദർഭങ്ങളൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലാത്ത ആൾക്കാരാവാൻ പാടില്ല, സ്വലാത്ത് ഇല്ലാത്ത ആൾക്കാർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ എതിർക്കുന്നത് ഏതാണ്, ഈ പറഞ്ഞ പിന്നീട് ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ അതിന് പല ശ്രേഷ്ഠതകളും പല പദവികളും പല പ്രത്യേകതകളും പറഞ്ഞിട്ടാണ് പല സ്വലാത്തുകളും പലരും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്വലാത്തുകൾക്കൊന്നും എന്തില്ല, അടിസ്ഥാനമില്ല. ആ സ്വലാത്തൊന്നും ചൊല്ലാൻ പാടില്ല. കാരണം അത് പിന്നീട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ്, ചൊല്ലാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത് ഈ ഖുർആനിലെ ഒരു ആയത്ത് അല്ലെങ്കിൽ നബിന്റെ ഒരു നിർദ്ദേശം ആദ്യമായിട്ട് പ്രാവർത്തികമാക്കൽ ആരായിരിക്കും, സ്വഹാബികളായിരിക്കും അല്ലെ. ആ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോ നബി ഉള്ള കാലത്തോ നബിന്റെ വഫാത്തിന് ശേഷമോ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഹലക്ക ഉണ്ടാക്കിയ സദസ്സ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ സദസ്സിൽ ഇരുന്നിട്ട് പിന്നെ ഇത്ര വട്ടം സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് അല്ലെങ്കിൽ 10,000 വട്ടം 20,000 വട്ടം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കാണ്ട് ആ സ്വലാത്ത് പാർസലാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്താണ്, ഇന്നിപ്പോൾ ടെക്നോളജി വർദ്ധിച്ചപ്പോൾ ഈ ടെക്നോളജികളൊക്കെയും എന്തിലേക്ക് വരികയാണ്, വിദേഹത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പം ഒന്ന് പിന്നെ നിങ്ങൾ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു 100 സ്വലാത്ത് ചൊല്ലിങ്ങാണ്ട് ഇന്ന ഗ്രൂപ്പിൽ വാട്സപ്പിൽ അത് അയച്ചെന്നാൽ അതിൻ്റെ കൂടെ ഈ പിന്നെ ഇവർ കൊടുക്കുന്ന പിന്നെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയച്ചെന്നാൽ നിങ്ങൾ ആ സ്വലാത്ത് ഉൾക്കെത്തും, മദീനയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ പല പരിപാടികളും തട്ടിപ്പുകളും നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പം അത്തരം തട്ടിപ്പുകളിലൊന്നും പെട്ടുപോകരുത്, വീണ് പോകരുത്. നമ്മൾ സ്വലാത്ത് ചൊല്ലുക, ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാൻ ഈ ഒരു ടെക്നോളജിൻ്റെ ആവശ്യമില്ല. അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ആ മലക്കുകൾ അത് എത്തിച്ചു കൊടുക്കും. അതിൻ്റെ പ്രതിഫലം നമുക്ക്, നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 1 അല്ല 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഹദീസ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നാളെ ശഫാഅത്ത് കിട്ടും എന്ന് പറയാനുള്ള കാരണം, നമ്മൾ സാധാരണ പലപ്പോഴും നമ്മളൊക്കെ നിസ്സാരമാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നൊരു കാര്യമാണ് സ്വലാത്ത്. പല സന്ദർഭങ്ങളിലുണ്ട്, പല സന്ദർഭങ്ങളിൽ സ്വലാത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം നമ്മളൊരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, പ്രാർത്ഥന അവസാനിക്കുമ്പോഴും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരാൾ കുറേ സമയം ദുആ ചെയ്തു, ആ ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്, തടയപ്പെട്ട് നിൽക്കുകയാണ്. ഏതുവരെ, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ എന്നാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് പകരം അൽഹംദുലില്ലാ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ പ്രാർത്ഥന മുഴുവനായി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പ്രാർത്ഥനകൾ ദുആകളൊക്കെ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ എന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മളെ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. ആ പ്രാർത്ഥനയിൽ ഇതും പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യാം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം പൂർണ്ണമായി ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു സന്ദർഭമാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ബാങ്ക് കേട്ടതിൻ്റെ ശേഷം. ഇപ്പോൾ ഒരു ബാങ്ക് കേൾക്കുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയുകയും പറയുകയും അതിനുശേഷം ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ആദ്യം പലപ്പോഴും നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ പറയാം. അങ്ങനെയല്ല വേണ്ടത്. ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ എന്ത് പറയണം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. എന്നിട്ട് അത് ചൊല്ലിയതിന് ശേഷമായിരിക്കണം എന്ത് പറയേണ്ടത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തു ഖായിമ. അപ്പോൾ അവിടെ വേറെ ഒന്നും കൂടി പഠിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ബാങ്ക് കൊടുക്കണം മുമ്പ് പറയും. ഇപ്പം ചില ആൾക്കാർ ബാങ്ക് കൊടുക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ബാങ്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അതേപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുക്കും. അതിലെന്തില്ല? സ്വഹീഹായ ഹദീസിന്റെ മാതൃക പിൻബലം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് അതേപോലെ ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല. ദീന് ഖിയാമത്ത് നാൾ വരെ റസൂൽ വഫാത്താകുമ്പോൾ എന്താണോ ദീന് അതാണ് ഖിയാമത്ത് നാൾ വരെ ദീന്. ദീനിന്റെ കാര്യം റസൂല് ബിരിയാണി തിന്നിട്ടില്ല, നമുക്ക് ബിരിയാണി തിന്നാം. റസൂല് കാറിൽ പോയിട്ട് നമുക്ക് കാറിൽ പോകാം. അതൊക്കെ ദുന്യവിയായ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ തന്നെ പിന്നെ കഞ്ഞി കുടിക്കുകയാണെങ്കിലും കാരക്ക തിന്നുകയാണെങ്കിലും ബിരിയാണി തിന്നുകയാണെങ്കിലും ബിസ്മി ചൊല്ലണം. അത് ദീനാണ്. അതിൽ മാറ്റമില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ മാറ്റമില്ല. അത് ദീനാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതേ സമയത്ത് ആ ദീനിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നബി കാരക്ക നമ്മളല്ലേ ഒരു ബിസ്മി അല്ലേത്? നമ്മളിപ്പോൾ ബെൻസല്ലേ ഓടിക്കണത്. അപ്പം നമുക്കൊരു യാസീൻ ഓതാൻ നോക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? ഇല്ല. നബി അന്ന് എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ചെയ്യേണ്ട കാര്യത. അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല. ഒന്നും നമ്മളെ വക കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പം നബിയും സഹാബത്തും നബിക്കാണ് ദീൻ അള്ളാഹു ഇറക്കി കൊടുത്തത്. നബി അത് സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്താണ് അത് ചെയ്യണത്. അപ്പം അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് നമ്മളൊന്നും കൂട്ടിച്ചേർത്ത് നമ്മളെ വക ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ലതല്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം ആ നല്ല കാര്യങ്ങൾ തന്നെയാണ് നബി പഠിപ്പിച്ചത്. അപ്പോൾ സ്വലാത്തല്ലേ, അതിപ്പോൾ ചൊല്ലിയാലെന്താ പറ്റൂല. കാരണം അത് അവിടെ ചൊല്ലൽ നല്ലതായിരുന്നെങ്കിൽ ആര് പഠിപ്പിക്കുമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുമായിരുന്നു. അത് നബി ചെയ്തിട്ടില്ല. മാതൃക ഇല്ലേ നമുക്ക്. അപ്പൊ ബാങ്കിന് ശേഷം നിങ്ങളിത് ചൊല്ലണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഹദീസുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് ശേഷം അത് ചൊല്ലണം. ബാങ്കിന് മുമ്പ് എന്തുകൊണ്ടാണ് ചൊല്ലാത്തത്? ബാങ്കിന് മുമ്പ് ചൊല്ലണം എന്ന് സ്വഹീഹ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ശരി. അപ്പം ഞാനീ പറഞ്ഞ ഈ നാലാമത്തെ കാര്യം, ഷഫാഅത്തിന് കാരണമാകുന്ന നാലാമത്തെ കാര്യങ്ങളിൽ സ്വലാത്ത്. ആ സ്വലാത്തിൽ അത് വിശദീകരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ എഴുതിക്കോളൂ. ഇമാം മുസ്ലിമിൻ്റെ 384 ഇമാം മുസ്ലിമിൻ്റെ 384 അബൂദാവൂദിൻ്റെ 523 നമ്പർ ഹദീസുകളാണ്. ഞാൻ ഹദീസ് ഒന്ന് വായിക്കാൻ കേൾക്കാം. عن عبد الله بن عمرو بن العاص أنه سمع النبي صلى الله عليه وسلم يقول. അംർ ഇബ്നു ആസ് പറയാണ്, നബി പറയുന്നത് ഞാൻ കേട്ടു. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വിളിക്കുന്നത് പോലെ നിങ്ങൾ പറയുക. സുമ്മ സല്ലു അലയ്യ. അത് കഴിഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക.
ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എൻ്റെ പേരിൽ നിങ്ങൾ ഒരു സ്വലാത്ത് എൻ്റെ പേരിൽ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് 10 രക്ഷ നൽകും. അല്ല, നമ്മളെ പേരിൽ 10 സ്വലാത്ത് ഒരു നല്ല അർത്ഥം. ഒരു സ്വലാത്ത് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്ന പോലെ നിങ്ങൾ പറയാം, ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾക്ക് 10 രക്ഷ നിങ്ങൾക്ക് നൽകും. സുമ്മ സലുല്ലാഹ ലി അൽ വസീല. പിന്നെ നിങ്ങൾ എനിക്ക് വസീലയെ ചോദിക്കണം. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന. അത് സ്വർഗത്തിൽ എനിക്ക് മാത്രം കിട്ടുന്നൊരു സ്ഥാനമാണ്. ആ വസീലയാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ വസ്സലാത്തുൽ ഖൈമ ആത്തി മുഹമ്മദൻ മുഹമ്മദ് നബിക്ക് കൊടുക്ക പടച്ചോനെ അൽ വസീല, വസീല കൊടുക്ക പടച്ചോനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ അറിയണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ നമുക്ക് മദ്രസ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അർത്ഥം പഠിച്ചോളുന്നില്ല. അപ്പം നമ്മൾ ആത്തി മുഹമ്മദൻ അൽ വസീല എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ഹദീസാണ്. നബി പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് സലുല്ലാഹ ലി അൽ വസീല, എനിക്ക് വേണ്ടി അള്ളാഹു നിങ്ങൾ വസീലയെ ചോദിക്കണം എന്ന് ആരെ കൽപ്പനയുണ്ട്? നബിൻ്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പനയുടെ പ്രകാരമാണ് അള്ളാഹുമ്മ ആത്തി മുഹമ്മദൻ അൽ വസീല എന്ന് നമ്മൾ പ്രാർത്ഥിക്കണത്. മുഹമ്മദ് നബിക്ക് വസീല കൊടുക്കുക പഠിച്ചോനെ. ആ വസീല സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ് എന്ന് റസൂൽ പറയാം. ലാ തംബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ. അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമക്കും ആ വസീല എന്ന സ്ഥാനമില്ല. വ അർജു അൻ അകൂന അന ഹുവ. ആ സ്ഥാനം എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫമൻ സഅല ലി അൽ വസീല. കേൾക്കണേ, ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ വസീല ആരെങ്കിലും ചോദിച്ചാൽ, വസീല ചോദിക്കണം എന്നാണ് ആരെ കൽപ്പന? അപ്പൊ നിങ്ങൾ അങ്ങനെ വസീല ചോദിച്ചാൽ ഹല്ലത്തു ലഹു ശഫാഅ, അവന് എൻ്റെ ഷഫാഅത്ത് അവന് ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പം നബിക്ക് വേണ്ടി, അപ്പം നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. പിന്നെ അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ സ്വലാത്തുൽ ഖായിമ എന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയും ബോധവും വേണം. എന്താണ്? റസൂലുള്ള പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്നത് നബിക്ക് വസീല എന്ന സ്ഥാനം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്കെന്ത് കിട്ടും? നമ്മൾ മനസ്സിലാക്കണ്ടേ. നബിക്ക് വസീല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഒരാൾക്ക് കൊടുക്കാത്ത സ്ഥാനം. ആ സ്ഥാനം നബിക്ക് കൊടുക്ക പടച്ചോനേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ നമുക്കെന്താ ബെനിഫിറ്റ്? ഹല്ലത്തിലും അവന് എൻ്റെ ഷഫായത്ത് അവന് കിട്ടും. അപ്പോൾ ആ ഷഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വസീലയെ ചോദിക്കുന്നത്. ഒക്കെ നബിക്കുള്ള സ്ഥാനങ്ങളാണ്. അതിൽ പെട്ടൊരു സ്ഥാനമാണെന്ത്? വസീല എന്ന് പറയുന്ന സ്ഥാനം. അത് ശ്രേഷ്ഠത എന്നാണ് ആ വാക്കിന് അർത്ഥം വരിക. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പ്രത്യേകം പരലോകത്ത് കൊടുക്കുന്ന പദവികളും സ്ഥാനങ്ങളുമാണ്. ഇനി നമുക്ക് ഷഫായത്തുമായി ബന്ധപ്പെട്ട് പിന്നെ 2 ആയത്തുകൾ കേട്ടതിന് ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം ഈ വിഷയം. ഈ 4 കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. ഷഫായത്ത് നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഷഫായത്തിൻ്റെ കാര്യത്തിൽ എത്രയും സമയമുണ്ടാവും? 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ്. അത് സൂറത്ത് യാസീനിലെ 20 മുതൽ 27 വരെയുള്ള ആയത്തും സൂറത്ത് മുദ്ദത്തിലെ 35 മുതൽ 56 വരെയുള്ള ആയത്തുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. നമുക്കതിനെ ഇപ്പൊക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് 2 ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അതോടുകൂടി ഷഫായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിപ്പിക്കുകയും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ആ ആയത്തെന്ന് പറഞ്ഞാൽ നിർബന്ധമായും കാണാതെ പഠിക്കുകയും നമ്മളെ ഇന്നത്തെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആയത്താണ്. അതായത് പിന്നെ നമുക്ക് അള്ള പോരെ, അള്ളാഹുവിനോട് മാത്രം നമ്മൾ സങ്കടം പറഞ്ഞാൽ പോരെ, നമ്മളെ വേവലാതി അള്ളാഹുവിനോട് മാത്രം പറഞ്ഞാൽ പോരെ, അള്ളാഹുവിനോട് പിന്നെ പറയാതെ അള്ളാഹുവിന് പുറമെ വേറെ ആരോടെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അള്ളാഹു 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 മാത്രം എന്നൊക്കെ പറയുമ്പോൾ, ഇതിങ്ങനെ പറയുമ്പം അള്ളാഹ് ഖുർആനിൽ പറയാണ്, അള്ളാഹ് തന്നെ പറയണത് ചില ആളുകൾക്ക് ചില അസഹ്യത അനുഭവപ്പെടുകയാണെന്നാണ്. അള്ളാഹിനെ മാത്രം പറയുമ്പം എന്തോ ഒരു
ഉൾക്കൊള്ളായ്മ അനുഭവപ്പെടുകയും അള്ളാഹിൻ്റെ കൂടെ ഏതെങ്കിലും ഒന്നിനാണ് കൂട്ടി പറഞ്ഞാൽ സന്തോഷിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്ത് തന്നെ നമ്മൾ കാണാതെ പഠിച്ചിട്ട് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഉണ്ടെന്ന് പോലും സാധാരണക്കാർക്ക് അറിയില്ല. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിഷയം അവരിലേക്ക് എത്തുമ്പോൾ ആളുകൾ ചിന്തിക്കും. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനില്ല, അതുകൊണ്ട് ഗുണം കിട്ടും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയ ഒരായത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആയത്ത്. ആയത്താണ്ട് പറഞ്ഞു കൊടുത്താൽ ആയത്ത് നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു തഫ്സീറിൽ നിങ്ങൾ അർത്ഥം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ആയത്താണ്ട് പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായും ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ആയത്താണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.